കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ MSME ദിനാചരണം ചെറുകിട സംരംഭക വികസന സെമിനാർ സംഘടിപ്പിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം MLA മനോജ് മൂത്തേടൻ നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് റോഡുകളും അല്ലെങ്കിൽ പാലങ്ങളും കെട്ടിടങ്ങളും മാത്രമല്ല എന്നത് ബോധ്യപ്പെടുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. വികസനം എന്ന് പറയുന്നത് എല്ലാ തലത്തിലുമുള്ള വികസനമാണ്. എല്ലാ തലത്തിലും നാടിന്റെ മാറ്റത്തിന് വിധേയമാകുന്ന, മാറ്റത്തിന് കാരണമാകുന്ന വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോഴാണ് വികസന യാഥാർത്ഥ്യം. അപ്പൊ ആ തലത്തിൽ നമ്മുടെ നാട്ടിലെ ഈ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു ദിനമായി ഇന്ന് നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ അതൊരു മാതൃകാ പരിപാടി കൂടിയാണ്. വ്യവസായ വകുപ്പിന് ഒരുപാട് സ്കീമുകളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വ്യവസായ ഓഫീസറുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മുറി സജ്ജമാക്കിയാൽ ലൈസൻസ് കിട്ടുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ കൊമേഴ്സ്യൽ കെട്ടിടം പണിതാൽ മാത്രമാണ് നമുക്ക് വ്യവസായ സ്ഥാപനം ആരംഭിക്കാൻ കഴിയുന്ന സാധ്യത. പക്ഷെ അതല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു മുറി നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് സജ്ജീകരിച്ചാൽ ഒരു മുറിയിൽ തന്നെ നമുക്ക് വ്യവസായം ആരംഭിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ നിയമങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം സാധ്യതകളെല്ലാം ഇപ്പോൾ ഒരു അനുകൂലമായ അന്തരീക്ഷമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചെറുത് വലുതുമായിട്ടുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു നല്ല സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തി ഞമ്മൾക്ക് കഴിയുന്ന ആളുകൾ നമ്മൾ റിസ്ക് എടുക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ റിസ്ക് എടുത്താൽ നമുക്ക് നന്നായി ശോഭിക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് സബ്സിഡി കിട്ടും, പക്ഷെ ആദ്യം സബ്സിഡി തരണം എന്നല്ലേ പൊതുവെ എല്ലാവരും പറഞ്ഞ അങ്ങനെയാണ്. 50% സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ട്, 70% വരെ സബ്സിഡി കിട്ടുന്ന ഒരുപാട് സ്കീമുകളുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലെന്താ, ആദ്യത്തെ സബ്സിഡി കിട്ടിയിട്ട് തുടങ്ങാനാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. കാരണം നമ്മളെ പണം മുടക്കി സബ്സിഡി കിട്ടിയില്ലെങ്കിലോ ഇനി പിന്നീട് സബ്സിഡി കിട്ടുള്ളൂ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കാറ്. ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്കിപ്പോ വീട്ടിൽ ഒരു അരിപ്പണി യൂണിറ്റ് തുടങ്ങിയാണ്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു ജോലിയാണ്. വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കും, വീട്ടിൽ നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾ നടക്കും. എന്നാൽ നമുക്കൊരു നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ കഴിയും. നമുക്ക് അതിലൂടെ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ദിവസം കിട്ടിയാൽ നമുക്കൊരു അഡീഷണൽ വരുമാനമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷോജ റോയ് സ്വാഗതം പറഞ്ഞു. തേജു കെ കൈമൾ വിഷയ അവതരണം നടത്തി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വിജയപരാജയം എന്ന വിഷയത്തെക്കുറിച്ച് പവിഴം ഗ്രൂപ്പ് MD ജോർജ് NB സംസാരിച്ചു. KP വർഗീസ്, റോയി വർഗീസ്, പ്രീത സുഗു, ബാബു CJ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.